നമസ്കാരം, തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. The right place for bright stay. Grace Residency, Tharepalam, Thiru. Contact 04942 08200 9061 08200. പെരുന്തല്ലൂർ ശ്രീ പുന്നയ്ക്കാംകുളങ്ങര ഭഗവതി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഏപ്രിൽ 4 മുതൽ ഏപ്രിൽ 12 വരെ 9 ദിവസങ്ങളിലായി നടക്കുന്ന നവീകരണ കലശത്തോടനുബന്ധിച്ച് ഭാഗവതാചാര്യനായ ബ്രഹ്മശ്രീ പുല്ലൂർമണ്ണ് രാമൻ നമ്പൂതിരിപ്പാടിൻ്റെയും ബ്രഹ്മശ്രീ കോഴിയോട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഭാഗവത നവാഹ സബര്യ നടത്തപ്പെടുകയാണ്. വനിതാ കൂട്ടായ്മയുടെ ശ്രമഫലമായി നടത്തുന്ന ഈ ഭാഗവത സബര്യ സമീപ പ്രദേശങ്ങളിലെ തന്നെ പ്രഥമ നവാഹമാണ്. പുന്നയ്ക്കാംകുളങ്ങര ക്ഷേത്രത്തിലെ വനിതാ കൂട്ടായ്മയായ മാതൃസമിതിയും വനിതാ യുവജന കൂട്ടായ്മയും ഒത്തുചേർന്നാണ് ഈ ദൗത്യം സംഘടിപ്പിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് 9 ദിവസങ്ങളിലായി വേദിയിൽ വെച്ച് ഭാഗവതത്താൽ ആരാധിക്കപ്പെട്ട ശ്രീകൃഷ്ണ വിഗ്രഹം ഭക്തജനങ്ങൾക്ക് 500 രൂപ ക്ഷേത്ര കമ്മിറ്റിയിലടച്ച് പ്രസാദമായി 12-ാം തീയതി വരെ സ്വീകരിക്കാവുന്നതാണ്. 9 ദിവസങ്ങളിലും ക്ഷേത്ര ഊട്ടുപുരയിൽ 3 നേരവും പ്രസാദ ഊട്ട് ഉണ്ടായിരിക്കും. വനിതാ കൂട്ടായ്മയുടെ സാരഥികളായ അമലത്ത് കൗസല്യ, MP സുനിത, MP ഇന്ദിര ടീച്ചർ, നട്ടപ്പള്ളിയാലിൽ കാർത്തികേനി എന്നിവരാണ് കാര്യപരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. പെരുന്തല്ലൂർ ശ്രീ പുന്നയ്ക്കാംകുളങ്ങര ഭഗവതി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഏപ്രിൽ 4-ാം തീയതി മുതൽ ഏപ്രിൽ 12 വരെ നടക്കുന്ന നവീകരണ കലശത്തോടനുബന്ധിച്ച് ഭാഗവതാചാര്യനായ ബ്രഹ്മശ്രീ പുല്ലൂർമണ്ണ് രാമൻ നമ്പൂതിരിപ്പാടിൻ്റെയും ബ്രഹ്മശ്രീ കോഴിയോട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഭാഗവത നവാഹ സബര്യ നടക്കുകയാണ്. പെരുന്തല്ലൂർ ഗ്രാമത്തിലെ വനിതാ കൂട്ടായ്മയുടെ ഒരു ശ്രമഫലമായിട്ട് ആദ്യ ദൗത്യം എന്ന രീതിയിലാണ് ഈ അവസരത്തിൽ ഞങ്ങളിതിനെ കാണുന്നത്. പുന്നയ്ക്കാംകുളങ്ങര ക്ഷേത്രത്തിലെ വനിതാ കൂട്ടായ്മയായ മാതൃസമിതിയുടെയും വനിതാ യുവജന കൂട്ടായ്മയും ഒത്തുചേർന്നാണ് ഈ ദൗത്യം സംഘടിപ്പിക്കുന്നത്. 9 ദിവസങ്ങളിലായിട്ട് ഭാഗവത വേദിയിൽ വെച്ച് പൂജിച്ച കൃഷ്ണവിഗ്രഹം ക്ഷേത്ര കമ്മിറ്റിയിൽ ക്ഷേത്രത്തിൽ 500 രൂപ അടയ്ക്കുന്ന വ്യക്തികൾക്ക് വിഗ്രഹം പ്രസാദമായിട്ട് നൽകുന്നതാണ്. കൂടാതെ 9 ദിവസങ്ങളിലായിട്ട് 3 നേരവും പ്രസാദൂട്ട് നടക്കപ്പെടുന്നു. മാത്രമല്ല, സ്ത്രീ ശാക്തീകരണത്തിന് കിട്ടിയ ഒരവസരമായിട്ട് ആണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഞങ്ങൾ വരുന്നത് പെരുന്തല്ലൂരിൽ നിന്നാണ്. ശ്രീ പുന്നയ്ക്കാംകുളങ്ങര ക്ഷേത്രത്തിൽ ഭഗവതി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങളെല്ലാവരും അവിടുത്തെ മാതൃസമിതി പ്രവർത്തകരാണ്. ഏപ്രിൽ 4-ാം തീയതി അവിടെ പരിപാടി തുടങ്ങുകയാണ്. 12-ാം തീയതിയോടുകൂടി അതൊക്കെ തീരും. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ അമ്മമാരും കൂടുതൽ അറിയില്ല പറയാൻ, പക്ഷെ അറിയുന്നത് പോലെ ഞാൻ പറയണം എല്ലാവരോടും. ഞങ്ങളെപ്പോലെ തന്നെ എല്ലാ അമ്മമാരും കുട്ടികളും എല്ലാവരും പുന്നയ്ക്കാംകുളങ്ങര അമ്പലത്തിൽ എല്ലാ കാര്യങ്ങൾക്കും എടുത്തു പിടിക്കണം. ഞങ്ങൾ മാത്രം പോരാ, എല്ലാവരും കൂടെ ആയാലേ ഈ കാര്യം വിജയിച്ച് നല്ല ഭംഗിയായിട്ട് പോവുള്ളൂ. പുന്നയ്ക്കാംകുളങ്ങര ശ്രീ ഭഗവതി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഭാഗവത സബര്യയും നവീകരണ കലശവും ഏപ്രിൽ 4 മുതൽ 12 വരെ നടത്തപ്പെടുന്നതാണ്. അതിനോടനുബന്ധിച്ച് യുവജന സമിതിയും മാതൃസമിതി കൂട്ടായ്മയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ രൂപീകരിച്ചതുകൊണ്ട് ആദ്യത്തെ പ്രസ് മീറ്റിങ്ങിനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ ഏകദേശം ബാല്യം മുതൽ കണ്ടുവരുന്ന ഒരു ക്ഷേത്രമാണ് പുന്നയ്ക്കാംകുളങ്ങര ഭഗവതി മഹാവിഷ്ണു ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ കാലങ്ങൾക്ക് മുന്നേ എന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പം മുതൽ എനിക്കൊരു 10 വയസ്സ് ഉള്ളപ്പോൾ മുതൽ കണ്ണനെ കണ്ട് വളർന്ന ഒരു കുട്ടിയാണ് ഞാൻ. ഏകദേശം അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു ഞാൻ സദാസമയം എന്ന് പറയാം. ഒരുപാട് പ്രസംഗങ്ങളും ഒരുപാട് കണ്ണനെ പറ്റി ഒരുപാട് വാഴ്ത്തി പറഞ്ഞിട്ടും ഒരുപാട് പരിഹസിച്ചും ആളുകൾ എന്നെ കണ്ടിരുന്നു മുമ്പെങ്ങും. പക്ഷേ അതെല്ലാം മാറിയ കാലഘട്ടങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ ഒരു പുതിയൊരു തലമുറ രൂപീകരിച്ച് വളരെയധികം സന്തോഷമാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ നാട്ടിൽ ഇത്രയധികം ആളുകൾ ഇറങ്ങിത്തിരിച്ച് വാട്സപ്പ് ഗ്രൂപ്പായിട്ടും മാതൃസമിതിയായിട്ടും ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം ഇത്രയും വിപുലമായ രീതിയിൽ തന്നെ നടത്തുമ്പോൾ അത് കാണുമ്പോഴുള്ള സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല.
കലിയുഗത്തിൽ നാമജപത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ അമ്പലത്തിൽ വരുന്നതും ഈ വൈകുന്നേരം എല്ലാവരും കൂട്ടിയിട്ട് കൂട്ടപ്രാർത്ഥന നടക്കുന്നത് വലിയൊരു ശക്തിയായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ എല്ലാവർക്കും ഭയങ്കര സുഖമാണ്. അമ്മമാരപ്പം നടക്കാൻ പറ്റുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. ഭാഗവത നവാഹ സബര്യ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതോടൊപ്പം തന്നെ നമ്മുടെ ഭക്തജനങ്ങളായിട്ടുള്ള ആൾക്കാർക്കും നമ്മുടെ ഈ പുണ്യപരിപാവനമായ മണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഒന്നിച്ച് ഒരു മനസ്സോടെ കൈകോർത്ത് നിൽക്കേണ്ട ഒരു പരിപാടിയാണിത്. ഞങ്ങളെ പുന്നക്കാംകുളങ്ങര മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ ഒരു കലശം നടക്കുന്നുണ്ട്. അപ്പോൾ ഏപ്രിൽ 14 മുതൽ 12 വരെയാണ്. വാർത്താസമ്മേളനത്തിൽ MP ഇന്ദിര ടീച്ചർ, നാട്ടപ്പള്ളിയാലിൽ കാർത്തിയാനി, അമലത്ത് കൗസല്യ, KT വിനയ, KT ദിവ്യ, NP രജിത, MP സുനിത, M സുചിത്ര, അമലത്ത് പ്രകാശിനി, PP സുചിത്ര, KT നീതു, സരോജിനി, ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തുഞ്ചൻ മീഡിയ. The right place for bright stay. Grace Residency, Tharepalam, Thiru. Contact 04942 08200 9061 08200.